തൊടുപുഴയിലെ കേരള കോൺഗ്രസ് വളർച്ചയും തളർച്ചയും. 1970കളിൽ തൊടുപുഴയിലെ ഏറ്റവും വലിയ പാർട്ടി കേരള കോൺഗ്രസ് ആയിരുന്നു. PJ ജോസഫ് എന്ന നേതാവിന്റെ കീഴിൽ നേതാക്കളുടെ എണ്ണമെടുത്താലും അണികളുടെയും അനുഭാവികളുടെയും എണ്ണമെടുത്താലും മറ്റു പാർട്ടികളെക്കാൾ ബഹുദൂരം മുന്നിലായിരുന്നു അന്ന് കേരള കോൺഗ്രസ്. 1970കളിൽ നിന്ന് 2025 എത്തിയപ്പോഴേക്കും കേരള കോൺഗ്രസിന് എന്ത് സംഭവിച്ചു? PJ ജോസഫ് ഇപ്പോഴും വലിയ നേതാവായി തന്നെ നിൽക്കുമ്പോഴും അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഭൂരിപക്ഷം നേതാക്കളും പാർട്ടി വിട്ടുപോയി. ബഹുഭൂരിപക്ഷം അണികളും അനുഭാവികളും സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങി. പഴയ കേരള കോൺഗ്രസ് കുടുംബങ്ങളിൽ നിന്നുള്ള പുതിയ തലമുറ ഈ പാർട്ടിയുമായി സഹകരിക്കാൻ വിമുഖത കാണിക്കുന്നു. 50 വയസ്സിൽ താഴെയുള്ള പ്രവർത്തകർ കേരള കോൺഗ്രസ് ജോസഫിൽ തീരെ കുറവാണ് എന്ന് തന്നെ പറയാം. 1970കളിൽ നിന്ന് കോൺഗ്രസും CPM-ഉം മുസ്ലിം ലീഗും ശക്തിയാർജിച്ചപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം തളർന്നുപോയത് എന്തുകൊണ്ടാണ്? ആർക്കാണ് പിഴവ് പറ്റിയത്? നേതാവിനോ അതോ അണികൾക്കോ? പിളർപ്പുകളും ലയനങ്ങളും ആർക്കു വേണ്ടിയായിരുന്നു? നേതാവിനു വേണ്ടിയോ അതോ പ്രവർത്തകർക്ക് വേണ്ടിയോ? ആശയത്തിനു വേണ്ടിയോ അതോ ആമാശയത്തിനു വേണ്ടിയോ? തൊടുപുഴ നിയോജക മണ്ഡലത്തിലെ 12 ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളുമായി 217 വാർഡുകളാണ് ഉള്ളത്. അതിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് ലഭിച്ചത് 70 സീറ്റുകളാണ്. മുസ്ലിം ലീഗിന് 26, ബാക്കി സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിച്ചു. അതായത് 1/3 സീറ്റ് പോലും ലഭിക്കാത്ത പാർട്ടിയായി കേരള കോൺഗ്രസ് ജോസഫ് തൊടുപുഴയിലെ UDF-ൽ മാറിക്കഴിഞ്ഞു. പകുതിയിലധികം സീറ്റ് കോൺഗ്രസ് കൈയടക്കി. ബാക്കി സീറ്റുകളിൽ മുസ്ലിം ലീഗും പടർന്നു കയറി ശക്തിയാർജിച്ചു. പുതിയതായി നിലവിൽ വന്ന 17 വാർഡുകളിൽ ഒന്നുപോലും ജോസഫ് വിഭാഗത്തിന് ലഭിച്ചില്ല. അതിനുവേണ്ടി കാര്യമായ സമ്മർദ്ദം ചെലുത്താൻ പോലും PJ ജോസഫിന് കഴിഞ്ഞതുമില്ല. ലീഗും കോൺഗ്രസും ഈ പുതിയ വാർഡുകൾ പങ്കിട്ടെടുത്തു. ലീഗിനും കോൺഗ്രസിനും അണികളുടെയും അനുഭാവികളുടെയും എണ്ണം ഗണ്യമായി വർദ്ധിച്ചപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മെലിഞ്ഞു. തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ 217 വാർഡിലും വാർഡ് കമ്മിറ്റിയുള്ളത് UDF-ൽ കോൺഗ്രസിന് മാത്രം. കേരള കോൺഗ്രസിന്റെ ബൂത്ത് തല കമ്മിറ്റികളുടെ എണ്ണം ഓരോ വർഷവും കുറഞ്ഞു വരുന്നു. തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ പകുതിയിലധികം വാർഡിലും കേരള കോൺഗ്രസ് ജോസഫിന് ബൂത്ത് തല കമ്മിറ്റികൾ നിലവിലില്ല. തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ പ്രത്യേകിച്ചും ഗ്രാമപഞ്ചായത്തുകളിൽ പൊതുവെയും ജോസഫ് വിഭാഗം തകർച്ച തുടരുന്ന കാഴ്ചയാണ് കാണുന്നത്. PJ ജോസഫിന്റെ മകന്റെ 2020-ലെ രാഷ്ട്രീയ പ്രവേശനം ഈ തകർച്ചയ്ക്ക് ആക്കം കൂട്ടി. കുറച്ച് നേതാക്കളും അണികളും ഇതുമൂലം പാർട്ടി വിടുകയും ചെയ്തു. പഴയ നേതാക്കൾക്കും പ്രവർത്തകർക്കും അമർഷ്യമുണ്ടെങ്കിലും തിരുവായ്ക്ക് എതിർവായി ഇല്ലാത്തതിനാൽ മിണ്ടാതെയിരിക്കുന്നു. കേരളത്തിൽ മുഴുവൻ എടുത്താൽ കേരള കോൺഗ്രസ് ജോസഫിന് ഏറ്റവും കൂടുതൽ ശക്തിയുള്ളത് തൊടുപുഴയിലാണെന്നാണ് വെപ്പ്. ആ തൊടുപുഴയിൽ 217 വാർഡിൽ 70 എണ്ണത്തിൽ മത്സരിച്ച PJ ജോസഫ് വിഭാഗം വിജയിച്ചത് 42 എണ്ണത്തിൽ മാത്രമാണ്. തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലും ഇടവെട്ടി, വണ്ണപ്പുറം, ഉടുമ്പന്നൂർ പഞ്ചായത്തുകളിലും ലീഗിന് പുറകിൽ 3-ാം സ്ഥാനത്താണ് കേരള കോൺഗ്രസ് മെമ്പർമാരുടെ എണ്ണം. ഒരു കാലത്ത് കേരള കോൺഗ്രസ് ശക്തി കേന്ദ്രമായിരുന്ന ഉടുമ്പന്നൂർ പഞ്ചായത്തിലെ 17 സീറ്റുകളിൽ ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് മത്സരിക്കുന്നത് വെറും 3 സീറ്റുകളിൽ മാത്രമാണ്. മുസ്ലിം ലീഗിന് വരെ ഇവിടെ 4 സീറ്റുകളുണ്ട്. വണ്ണപ്പുറം പഞ്ചായത്തിലെ 19 വാർഡുകളിൽ വെറും 5 സീറ്റ് മാത്രമാണ് കേരള കോൺഗ്രസിനുള്ളത്. ജോസഫ് വിഭാഗം കോൺഗ്രസിനേക്കാൾ കൂടുതൽ സീറ്റിൽ മത്സരിക്കുന്ന ഒരേ ഒരു പഞ്ചായത്ത് മാത്രമേ തൊടുപുഴ നിയോജക മണ്ഡലത്തിലുള്ളൂ. കരിങ്കുന്നം പഞ്ചായത്താണത്. അവിടെ ഇരു പാർട്ടികൾക്കും 7 സീറ്റ് വീതമാണുള്ളത്. ബാക്കി 10 പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും കോൺഗ്രസിന് പിന്നിലാണ് കേരള കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണം. മുനിസിപ്പാലിറ്റിയിലും ഉടുമ്പന്നൂർ പഞ്ചായത്തിലും ലീഗിനും പുറകിൽ. മണക്കാട് പഞ്ചായത്തിൽ 1 മെമ്പർ മാത്രമാണ് കേരള കോൺഗ്രസിനുള്ളത്. 38 വാർഡുകളുള്ള മുനിസിപ്പാലിറ്റിയിൽ ആകെ 2 കൗൺസിലർമാർ മാത്രം. 38 വർഷമായി കേരള കോൺഗ്രസ് കുത്തകയാക്കി വെച്ചിരുന്ന മുനിസിപ്പാലിറ്റിയിലെ കോതായിക്കുന്ന് വാർഡും ഇത്തവണ തോറ്റു. ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞ് PJ ജോസഫ് നേരിട്ട് കെട്ടിയിറക്കിയ PJ ജോസഫും മകനും വീട് കയറി നടന്ന് പത്രസമ്മേളനം വിളിച്ച് മുനിസിപ്പാലിറ്റിയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ പോകുന്ന വാർഡാണെന്ന് പറഞ്ഞ് ചുങ്കം വാർഡും തോറ്റു. 1970കളുടെ അവസാനം മുതലുള്ള കേരള കോൺഗ്രസ് പിളർപ്പുകളുടെ തൊടുപുഴയിലെ ഏക ഗുണഭോക്താവ് PJ ജോസഫ് മാത്രമാണ്. ഓരോ പിളർപ്പുകളിലൂടെയും കേരള കോൺഗ്രസ് ക്ഷയിച്ചു വന്നു. അണികളും അനുഭാവികളും മടുത്തു. രാഷ്ട്രീയം ഉപേക്ഷിച്ചു. മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയോ പാർട്ടി ചെയർമാൻ സ്ഥാനത്തിന് വേണ്ടിയോ PJ ജോസഫ് ഒരറ്റത്ത് നിന്ന് പിളർത്തിയ കേരള കോൺഗ്രസ് പാർട്ടി ഇന്നത്തെ ഈ ദുർഗതിയിലെത്തിയത് 2019-ലെ പിളർപ്പോടുകൂടിയാണ്. പാർട്ടി ചെയർമാൻ സ്ഥാനത്തിന് വേണ്ടിയായിരുന്നു 2019-ലെ പിളർപ്പ്. താനാണ് സീനിയർ, അതിനാൽ പാർട്ടി ചെയർമാൻ സ്ഥാനം തനിക്ക് അവകാശപ്പെട്ടതാണെന്നുള്ള PJ ജോസഫിന്റെ വാദം ജോസ് കെ മാണി അംഗീകരിക്കാതിരുന്നതാണ് കേരള കോൺഗ്രസ് പിന്നെയും പിളരാനുണ്ടായ കാരണം. KM മാണിയുടെ പാർട്ടി ചെയർമാൻ സ്ഥാനം ജോസ് കെ മാണിക്ക് അവകാശപ്പെടാൻ ഇത് കുടുംബ പാർട്ടിയല്ല എന്നായിരുന്നു PJ ജോസഫിന്റെ വാദം.
എന്നാൽ PJ ജോസഫിന്റെ MLA സീറ്റ് സ്വന്തം മകന് പാരമ്പര്യ സ്വത്ത് പോലെ കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ പഴയ വാദങ്ങളെല്ലാം അപ്രത്യക്ഷമായി. KM മാണിയുടെ ചെയർമാൻ സ്ഥാനം മകൻ ജോസ് കെ മാണിക്ക് അവകാശപ്പെട്ടതല്ലെങ്കിൽ PJ ജോസഫിന്റെ MLA സീറ്റ് അദ്ദേഹത്തിന്റെ മകൻ എങ്ങനെ അവകാശമായി വരും? MLA ആകാൻ വേണ്ടി മാത്രം 2020 രാഷ്ട്രീയത്തിൽ വന്ന മകന് ഒരു ഉളുപ്പുമില്ലാതെ പാർട്ടി സ്ഥാനങ്ങൾ വാരിക്കോരി കൊടുത്തു. രാഷ്ട്രീയത്തിലോ പൊതുസമൂഹത്തിലോ യാതൊരു പ്രവൃത്തി പരിചയമോ എന്തെങ്കിലും നേട്ടങ്ങളോ കൈവരിക്കാത്ത അപ്പുവിനെ പാർട്ടിയിൽ പുതിയ സ്ഥാനം ഉണ്ടാക്കി. പാർട്ടിയിൽ ഉണ്ടായിരുന്ന നേതാക്കളുടെ എല്ലാം മുകളിൽ കൊണ്ടുപോയിരുത്തി. മക്കൾ രാഷ്ട്രീയത്തിന്റെ പേരിൽ ജോസ് കെ മാണിയെ മര്യാദ പഠിപ്പിക്കാൻ പാർട്ടി പിളർത്തിയ PJ ജോസഫ് സ്വന്തം മകന്റെ കാര്യം വന്നപ്പോൾ അതെല്ലാം മറന്നു. പാർട്ടി നശിച്ചാലും സ്വന്തം മകന്റെ ഭാവി ശോഭനമാക്കാൻ ഒരു പിതാവിന് കഴിയാവുന്നതെല്ലാം PJ ജോസഫ് ചെയ്തു വെച്ചു. എന്നാൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് വേളയിൽ അപ്പു പങ്കെടുത്ത മീറ്റിംഗുകളിൽ ജനപങ്കാളിത്തമില്ലാതെ വന്നത് പാർട്ടിക്ക് വലിയ ക്ഷീണമാണ് ഉണ്ടാക്കിയത്. ജോസഫും അപ്പുവും ചേർന്ന് ഗാനമേള സംഘടിപ്പിച്ചെങ്കിലും നല്ലൊരു ശതമാനം പാർട്ടിക്കാരും യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. നേതാക്കന്മാരും അണികളും പുതിയ നേതൃത്വത്തോട് അകന്നതോടെ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ജോസഫ് വിഭാഗം. ഈ തകർച്ചയിൽ നിന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പ് അസാധ്യമാണെന്ന വിലയിരുത്തലിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ.